Anecdote of the Jar, written by American modernist poet Wallace Stevens. The poem Anecdote of the Jar appeared in his first collection of poetry, Harmonium, in 1923. കവിതയിൽ ടെന്നസിയിലെ ഒരു ഹില്ലിന് മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ജാറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ജാർ സിംബലൈസ് ചെയ്യുന്നത് ഹ്യൂമൻ ക്രിയേഷനെയും അല്ലെങ്കിൽ ഹ്യൂമൻ ഇമേജിനേഷനെയുമാണ്. വൺസ് അഗൈൻ, ജാർ മാൻമെയ്ഡ് ഒബ്ജക്റ്റാണ്. അത് സൂചിപ്പിക്കുന്നത് ഹ്യൂമൻ ക്രിയേഷനെ അല്ലെങ്കിൽ ഹ്യൂമൻ ഇമേജിനേഷനെയാണ്. അതുപോലെ തന്നെ ഹിൽ സിംബലൈസ് ചെയ്യുന്നത് നേച്ചറിനെ അല്ലെങ്കിൽ റിയാലിറ്റിയെയാണ്. നേച്ചറിനെയോ റിയാലിറ്റിയോ ആണ് ഹിൽ സിംബലൈസ് ചെയ്യുന്നത്. സോ ഒപ്പോസിഷൻ ബിറ്റ്വീൻ ഇമേജിനേഷൻ ആൻഡ് റിയാലിറ്റി ഓർ ഒപ്പോസിഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ക്രിയേഷൻ ആൻഡ് നേച്ചർ, അതാണ് ത്രൂ ഔട്ട് ദ പോയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. Anecdote of the Jar by Wallace Stevens. I placed a jar in Tennessee, and round it was upon a hill. It made the slovenly wilderness surround that hill. The wilderness rose up to it and sprawled around, no longer wild. The jar was round upon the ground and tall and of a pot in air. It took dominion everywhere. The jar was grey and bare. It did not give off bird or bush like nothing else in Tennessee. I placed a jar in Tennessee, and round it was upon a hill. It made the slovenly wilderness surround that hill. The poet says that he has placed a jar on a hill in Tennessee. ടെന്നസിയിലെ ഒരു കുന്നിന് മുകളിൽ കവി ഒരു ജാർ സ്ഥാപിക്കുന്നു. ഇറ്റ് വാസ് എ റൗണ്ട് ജാർ created by human being. It made the slovenly wilderness surround that hill. It made the slovenly wilderness surround that hill. The man-made jar caused wilderness to surround the hill slowly. പതുക്കെ പതുക്കെ ആ ജാർ കുന്നിനു ചുറ്റുമുള്ള പ്രദേശത്തെ മരുഭൂമിയാക്കി മാറ്റുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. വൺസ് അഗൈൻ, ദ മാൻ മെയ്ഡ് ജാർ ഈസ് പ്ലേസ്ഡ് ഓൺ നേച്ചർ ആൻഡ് ദാറ്റ് കോസ്റ്റ് വൈൽഡർനെസ് ഇൻ നേച്ചർ. ഹ്യൂമൻ ക്രിയേഷൻ ആയിട്ടുള്ള ജാർ നേച്ചറിനെ ഡൊമിനേറ്റ് ചെയ്യുന്നു, നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ആരംഭിക്കുന്നു. Second stanza. The wilderness rose up to it and sprawled around, no longer wild. The jar was round upon the ground and tall and of a pot in air. The wilderness rose up to it. The wilderness rose up to it. Jar നേച്ചറിൽ വൈൽഡർനെസ് സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. Now the wilderness rise up to the man-made jar. ഇപ്പോൾ വൈൽഡർനെസ് കുന്നിൻ മുകളിലിരിക്കുന്ന ജാറിന് അത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മാൻ-മെയ്ഡ് തിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്രിയേഷൻ നേച്ചറിനെ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു. അത് നേച്ചറിലെ ഫ്ലവേഴ്സ്, ട്രീസ്,
ബേർഡ്സ് തുടങ്ങിയിട്ടുള്ള ക്രിയേച്ചേഴ്സിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഷോസ് ഹൗ ഹാംഫുള്ളി ഹ്യൂമൻ ക്രിയേഷൻ അഫക്ട് ദി നേച്ചർ. ദ ജാർ സ്പോയിൽസ് ദ പ്യൂരിറ്റി ഓഫ് നേച്ചർ. ഇവിടെ മാൻമെയ്ഡ് ഒബ്ജക്റ്റായ ജാർ നേച്ചറിനെ സ്പോയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ഡീഡ്സും നേച്ചറിനെ സ്പോയിൽ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് സ്റ്റാൻസ. It took dominion everywhere. The jar was grey and bare. It did not go off bird or bush like nothing else in Tennessee. ആദ്യ വരികളിൽ ജാർ നേച്ചറിനെ ഡൊമിനേറ്റ് ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഹ്യൂമൻ ക്രിയേഷനായ ജാറിന് അല്ലെങ്കിൽ ഹ്യൂമൻ ക്രിയേഷന് ഹ്യൂമൻ ക്രിയേഷന് പ്രകൃതിയിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഈ ലാസ്റ്റ് ലൈൻസ് വ്യക്തമാക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ദ ജാർ ആസ് ഗ്രേ ആൻഡ് ബയർ ഇൻ ദി ലാസ്റ്റ് സ്റ്റാൻസ. ആദ്യം നേച്ചറിനെ വൈൽഡർനെസ്സിലേക്ക് നയിക്കുന്ന ഒന്നായി ജാറിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ആ ജാർ ഗ്രേ ആൻഡ് ബെയർ ആയിട്ടുണ്ട്. അറ്റ് എ മൊമെൻറ്റ് ജാർ പവർഫുൾ ആയിരുന്നുവെങ്കിലും പിന്നീട് അത് ഡള്ളാകാൻ തുടങ്ങുകയാണ്. ഇറ്റ് ഡിഡിൻറ്റ് ഗീവ് ഓഫ് ബേർഡ് ഓർ ബുഷ് ലൈക്ക് നത്തിങ് എൽസ് ഇൻ ടെന്നസി. ഇറ്റ് ഡിഡിൻറ്റ് ഗീവ് ഓഫ് ബേർഡ് ഓർ ബുഷ് ലൈക്ക് നത്തിങ് എൽസ് ഇൻ ടെന്നസി. പ്രകൃതിക്ക് ബേർത്ത് നൽകാനും അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും ഉള്ള എബിലിറ്റി ഉണ്ട്. എന്നാൽ ജാറിന് ഈ എബിലിറ്റീസ് ഇല്ല. ഇറ്റ് ഡിഡ്ന്റ് ഗിവ് ബേർത്ത്. അതുപോലെ തന്നെ ഇറ്റ് കാൻറ്റ് റീപ്രൊഡ്യൂസ് ഓർ റീസൈക്കിൾ തിങ്സ് ബട്ട് നേച്ചർ ക്യാൻ. ഇവിടെ പോയറ്റ് ഹ്യൂമൻ ക്രിയേഷൻ്റെ പരിമിതികളാണ് വ്യക്തമാക്കുന്നത്. ഹ്യൂമൻ ക്രിയേഷൻ എത്രത്തോളം ആധിപത്യം പ്രകൃതിക്ക് മേൽ നേടിയെടുക്കാൻ ശ്രമിച്ചാലും ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് സാധ്യമല്ല. ഒരു പരിധി കഴിഞ്ഞാൽ പ്രകൃതി തിരിച്ചടയ്ക്കാൻ തുടങ്ങും. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയേക്കാൾ പവർഫുള്ളാണ് നേച്ചർ എന്നതാണ് കവിത വ്യക്തമാക്കുന്നത്. ടു സം അപ്പ്, ആദ്യം ഫസ്റ്റ് പാർട്ടിൽ ഹ്യൂമൻ ക്രിയേഷനായ ജാർ പ്രകൃതിയിൽ ആധിപത്യം നേടാൻ ശ്രമിച്ചു. എന്നാൽ പ്രകൃതി തിരിച്ചടിക്കുകയാണ്, ജാറിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയാണ് കവിതയിൽ പറയുന്നത്. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ജാർ ഇമാജിനേഷനെയും ഹിൽ റിയാലിറ്റിയെയും കൂടി സിംബലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ജാർ ഇമാജിനേഷനെയും ഹിൽ റിയാലിറ്റിയെയും സിംബലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കവിതയിലൂടെ ലഭിക്കുന്നത് മറ്റൊരു ഇൻഡിക്കേഷൻ കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ഇമാജിനേഷനേക്കാൾ മോർ പവർഫുള്ളാണ് റിയാലിറ്റി. ഈ ഒരു ഇൻഡിക്കേഷൻ കൂടി നമുക്ക് ഈ പോയത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. The poem expresses the limits of imagination in reality also. The limits of imagination in reality. കൂടാതെ ഈ ജാറിനെ കൊമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനായി കണക്കാക്കാൻ പറ്റും. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായി ഹ്യൂമൻ ബീയിങ്സ് കൊണ്ടുവന്ന പദ്ധതികൾ പ്രകൃതിക്ക് ദോഷകരമായാണ് ഭവിക്കുന്നത്. എന്നാൽ ഇൻ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നോണം ഒരു പരിധി കഴിഞ്ഞാൽ പ്രകൃതിയും തിരിച്ചടിക്കാൻ തുടങ്ങും. ഇക്കാലത്തുണ്ടായ ദുരന്തങ്ങൾ നാം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടായതാണെന്ന് പറയാം. സോ ഇത്രയുമാണ് ഈ കവിതയിൽ
റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ.